ഇനി പറയാൻ പോകുന്നത് പുതിയൊരു ലോയാണ്. പുതിയതല്ല, ശരിയായൊരു ലോ ഓഫ് ആക്ഷൻ. അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ചില കമൻറ്റുകളാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള എൻ്റെ പ്രേരണ. അതായത് 1-2 കമൻറ്റുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സ്വന്തം മകന് എൻജിനീയറിങ്ങിൻ്റെ എക്സാമുകൾ പാസ്സാവണം, അതിന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താൽ മതിയോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ മിഥ്യ എന്താണെന്നറിയാമോ? എല്ലാവരും പറയുക നമ്മൾ ഇപ്പോൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതിയോ, അങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നടക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കേസ് പറയുമ്പോൾ പോലും 3 കാര്യങ്ങൾ കറക്റ്റ് ആകുമ്പോഴാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ ചിന്ത, നമ്മളുടെ ഇമോഷൻ, നമ്മുടെ ആക്ഷൻ, ഈ 3ഉം ഒരുപോലെ അലൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ചിന്ത മാത്രം ഉണ്ടായാലോ, ഇമോഷൻ മാത്രം ഉണ്ടായാലോ, ആക്ഷൻ മാത്രം ഉണ്ടായാലോ കാര്യങ്ങൾ നടക്കില്ല. ഇതെല്ലാം എന്ത് ചെയ്യണം? ഒരേപോലെ അലൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് ഉദാഹരണത്തിന് എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ജോലിയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം എന്നുള്ളൊരു ചിന്ത എന്നിൽ ആദ്യം രൂപപ്പെടണം. ഓക്കെ, എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു ജോലി വേണം എന്നുള്ള ഒരു ഫോക്കസ് ആ ജോലി എന്നുള്ള കാര്യത്തിലേക്ക് പോകണമെന്നുള്ളതാണ് പ്രധാന കാര്യം. രണ്ടാമത്തത്, ആ ജോലി കിട്ടുമ്പോൾ എനിക്ക് എന്ത് ഫീലാണ് ഉണ്ടാവുന്നത്, ആ ജോലി കിട്ടുമ്പോഴുള്ള മാറ്റം കൊണ്ട് ഞാൻ എങ്ങനെയുള്ള ജീവിതമായിരിക്കും ജീവിക്കുന്നത്, അപ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സ് എന്താണ്, അത് നമുക്ക് നമ്മുടെ ബോഡിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ 2 കാര്യങ്ങൾ, അതായത് നമ്മളൊരു ചിന്തയും ഇമോഷനും റേഡിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് നമ്മൾ ആക്ഷൻ എടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇതുപോലെ ഈ 2, അതായത് നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതിലേക്ക് ഇമോഷൻസ് കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള കുറേ അവസരങ്ങൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുന്നിലേക്ക് തരും. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക കൂടെ ചെയ്യുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച ആളോട് നമ്മൾ ആ കുട്ടിക്ക് ഞാൻ പാസ്സാവണം എന്നുള്ള ചിന്ത വരികയും ഞാൻ പാസ്സായി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുകയും ആ കുട്ടി പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുക. ഓക്കെ, ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരണേ, അല്ലെങ്കിൽ ഇതൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒരു വിജയം കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി മാനിഫെസ്റ്റ് ചെയ്യണം. ഓക്കെ, കുട്ടിയുടെ പല കാര്യങ്ങളും മാറ്റം വരാനുള്ള രീതിയിൽ അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എഴുതി മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുക, തിങ്ക് ചെയ്യുക, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിലേക്കാണ്, അതായത് നമ്മൾ എന്തിലേക്കാണോ എനർജി കൊടുക്കുന്നത് അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അതിനൊപ്പം എന്ത് വേണം? ലോ ഓഫ് അസംഷൻ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. ഇത് കിട്ടിയാൽ ഇങ്ങനെയൊക്കെയാണല്ലേ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇത് കിട്ടിയാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ആ ഒരു അസ്യൂം ചെയ്ത് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ലോ ഓഫ് ആക്ഷനാണ്. നമുക്ക് വരുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ ആ അവസരങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുത്ത് എന്താണോ അതിനു വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാനും കൂടെ നമുക്ക് പറ്റുമ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും സാധിക്കാൻ പറ്റുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് വീഴ്ച വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കാത്തതും.